ജാതീയ ഉച്ചനീചത്വങ്ങളെ വീണ്ടും വീണ്ടും പറയുകയാണ് സുൽഫി ഗവേണന്മാരും ശ്യാംകുമാരന്മാരും. ശ്യാംകുമാർ പ്രിയാണ് നിങ്ങൾ എന്തിനാ രാമായണം ഉപയോഗിക്കുന്നത്? ബാലകാണ്ഡത്തിലെ 4 വാക്കുകളാണ് അദ്ദേഹം ശ്ലോകങ്ങളാണ് ഉച്ചരിക്കുന്നത്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരകാരണാംബുജലീന പാർക്കുസഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തിടുവാനാവോളം ബന്ധിക്കുന്നേ. ബാലകാണ്ഡത്തിൽ ബ്രാഹ്മണന്മാരുടെ ചരണത്തെ പൂജിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ശ്രേയസ് കിട്ടും എന്ന് പറയുമ്പോൾ ശാന്തകുമാർ പറയുകയാണ്, ബ്രാഹ്മണന്റെ പാദപൂജക്ക് പറയുന്ന ഗ്രന്ഥമാണ് രാമായണം. ഇത് ഞങ്ങൾ ദളിതർ വായിച്ചിരുന്നില്ല. അയാളെ പിടിച്ച് ജയിലടയ്ക്കുന്ന വാക്കാ ദളിതൻ എന്ന പദപ്രയോഗം കോടതി ഉപയോഗിച്ചതാണ്. ദളിതൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം തടിച്ചവനെന്നാണ്. വീണുപോയവൻ. വീണുപോയവൻ അവിടെ കിടക്കരുത്, അവനെ കൈപിടിച്ചുയർത്തി ഉണർത്തിക്കൊണ്ടുവരണം. പിന്നെ ദളിതൻ എന്നതുകൊണ്ട് ശാന്തകുമാർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പുലയ പാണ സമൂഹത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളാണെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അത് ഹിന്ദു പുലയനാണ്, അത് ഹിന്ദു പഴയനാണ്, ഹിന്ദു നായരാണ്, ഹിന്ദു ഈഴവനാണ്. റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ച് കാസ്റ്റ് എന്ന ഭാഗത്താണ് നമ്മളിത് പൂരിപ്പിച്ചിരിക്കുന്നത്. ഈ ജാതീയ വിശ്വാസങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകാൻ കഴിയില്ല. നമ്മൾ ആരും ജാതിക്കെതിരെയില്ല. ജാതീയ ഉച്ച നീചത്വങ്ങൾക്കാണ് നമ്മളെതിരെ. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഞങ്ങൾക്ക് ജാതിയില്ല. പക്ഷെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാ, P ഗോവിന്ദ പിള്ളയാവും, ശിവദാസൻ ദേവന, ഏറമ്പായ കൃഷ്ണൻ എന്ന് പറയുന്നത് അറിയോ? EK നായനാരാ.